അഡ്വക്കേറ്റ് സുരേഷ്, ഈ 11 ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും CPM ലീഡില്ല. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റെങ്കിലും ഒന്നാമതെത്തിയിട്ടുണ്ട്. ആകെ 19 മാത്രമാണ് LDF ഒന്നാം സ്ഥാനത്തെത്താനായത്. 110 UDF. ഈ 19 തൊട്ടു പിന്നിൽ 11 BJP ഉണ്ട്. 8 രണ്ടാമതുമെത്തി. അതൊരു സൂചനയാണ് എന്നറിയാം. BJPയുടെ ഈ മുന്നേറ്റം കൂടുതൽ താക്കീതാകുന്നത് ഇടതിനോ? അല്ല, കേരളത്തിൻ്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവിധി എന്ന നിലയിൽ കേരളത്തിൽ ഇത് പൊതുവെ ബാധിച്ചിട്ടുണ്ട്. BJPയുടെ വളർച്ച ഒരേ സമയത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എതിരായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു 2014 ശ്രീ O രാജഗോപാൽ 14,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നേറിയത് കോൺഗ്രസിൻ്റെ ചില മേഖലകളിലാണ്. അവിടെ ആകെ ശശി തരൂരിന് അനുകൂലമായി ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായപ്പോഴാണ് ശശി തരൂരിന് വിജയിക്കാൻ കാരണമായത്. അതുപോലെ തന്നെ ഇപ്പോഴും തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉൾപ്പെടെ വോട്ട് ക്രോസ് വോട്ടിങ്ങിലൂടെ ശശി തരൂരിന് കിട്ടുകയും പന്ന്യൻ രവീന്ദ്രനെ അതിഗംഭീരമായിട്ട് ചവിട്ടി താഴ്ത്തുകയും. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് BJPക്കും പോയിട്ടുണ്ട്. അതെ, മറ്റത് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ച് ശശി തരൂരിന് കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ആത്മാഭിമാനമുള്ള ആൾക്കാർ, അവർ തീരുമാനിച്ചിട്ട് താമരയ്ക്ക് കുത്തി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടി തീരുമാനിച്ച ക്രോസ് വോട്ടിംഗ് ശശി തരൂരിന് അനുകൂലമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ശശി തരൂരിന് അനുകൂലമായിട്ട് ക്രോസ് വോട്ടിംഗ് ചെയ്തു. ചില കൺസോൾട്ടേഷൻ വഴി ഇപ്പോഴും ശശി തരൂർ ജയിക്കുന്നു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, CPMന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തകർച്ചയിലാണ്. അത് സ്വാഭാവികമായിട്ട് മരണാസനസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ സിംഹവാലൻ കുരങ്ങ് നാമാവശേഷമാകുന്നത് പോലെ ഈ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകളായിട്ട് ഇന്ത്യയിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തോടു കൂടി നാമാവശേഷമാകാൻ വേണ്ടിയുള്ള പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് CPM എത്തിയിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ, ഇവിടുത്തെ പാർലമെൻ്ററി ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം. 1951 52 16 MPമാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. അത് 1998 ആകുമ്പോൾ 32 MPമാരിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തുന്നു. അത് 2004 അവരുടെ ചരിത്രത്തിൽ 43 MPമാരോടുകൂടി 2004 ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പക്ഷമായിട്ട് ഇടതുപക്ഷം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാവർക്കുമായിട്ട് 63 MPമാരുണ്ടായിരുന്നു. ഇടതുപക്ഷ MPമാരെന്ന നിലയിൽ 63 MPമാരുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ മാത്രം 26 പേർ, കേരളത്തിൽ നിന്ന് 12 പേർ, ത്രിപുരയിൽ നിന്ന് അവിടെയുള്ള ആകെ 2 പേർ. ആ രണ്ടും CPM ആയിരുന്നു. അതിനുശേഷം 2009 അത് 16 ചുരുങ്ങുന്നു. 2014 ആയപ്പോൾ അത് കേവലം 3.6% വോട്ടിലേക്ക് എത്തുന്നു. വീണ്ടും വളരെ ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്ന 9 MPമാരായിട്ട് മാറുന്നു. അതിനുശേഷം 2019 ആകുമ്പോൾ അത് 1.75% വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അധപ്പതിക്കുന്നത് നമ്മൾ കാണുന്നു. കേവലം 3 സീറ്റോടുകൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്ന അവസ്ഥയാണ് 2019 ആ 3 സീറ്റ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജയിച്ചത് നമ്മുടെ ആലപ്പുഴ സീറ്റ് മാത്രമാണ്. മറ്റത് 2 കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജയിച്ചത്. ഇവിടെ ഇപ്പോൾ 4 സീറ്റ് ജയിച്ചിട്ടുണ്ട്. ആ 4 സീറ്റിൽ കേരളത്തിൽ നിന്ന് ജയിച്ച 1 സീറ്റ് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിശ്രമ ഫലമായിട്ട് ജയിച്ചിരിക്കുന്നത്. മറ്റ് 3 സീറ്റുകളും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും VD സതീശൻ്റെയും K സുധാകരൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉണ്ടെങ്കിലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് മുദ്രാവാക്യം എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കേരളത്തിൽ ഇരുന്ന് സമ്മതിക്കേണ്ടി വരുന്നു. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ, ഇടതുപക്ഷമുള്ളൂ എന്ന് സമ്മതിക്കേണ്ടി വരുന്നു.
അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ 4 എംപിമാരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊരു ഗതികേടല്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗതികേടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും ഒരുപോലെ ഇന്ത്യയിൽ നശിപ്പിക്കാൻ, അവസാനിപ്പിക്കാൻ, രാഷ്ട്രീയപരമായിട്ട് പോരാടാൻ സാധിക്കുന്ന ഏക പ്രത്യയശാസ്ത്രം അത് BJP-യുടേതാണ്. അത് നമുക്ക് വളരെ വ്യക്തമാകുന്നത്, ഇന്ത്യയുടെ ആർക്കും വ്യക്തമാകുന്ന ഒരു ചരിത്രമാണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും BJP കുറിച്ചിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ നമുക്കറിയാമല്ലോ 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഉണ്ടായിരുന്നു. ആ 35 വർഷവും പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ്സാണ്. കേരളത്തെ പോലെ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സിന് സമാനമായിരുന്നു 35 വർഷമായിട്ട് ബംഗാളിലിരുന്ന കോൺഗ്രസ്. അവിടെ BJP-യും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ച് മുന്നേറിയപ്പോൾ അവിടെ കോൺഗ്രസും CPM-ഉം ഒരുപോലെ പരാജയപ്പെട്ടു. അതാണല്ലോ ഒരു എംപിമാരെ പോലും ജയിപ്പിക്കാൻ പറ്റാത്ത സംസ്ഥാനമായിട്ട് ഒരു കാലത്ത് അവിടുത്തെ മുഴുവൻ എംപിമാരെയും വിജയിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഒരു എംപിയെ പോലും ജയിപ്പിക്കാൻ പറ്റാത്ത സംസ്ഥാനമായിട്ട് ബംഗാൾ മാറി. കോൺഗ്രസ്സുകാരുടെ അവസ്ഥ അത് തന്നെയാണ്. ഇനി ഇപ്പുറത്ത് ത്രിപുരയിലേക്ക് വന്നാലോ, ഏകദേശം കാൽ നൂറ്റാണ്ടല്ലേ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരണത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തുമായിട്ടിരുന്നത്. 2 വർഷം കൊണ്ടല്ലേ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയും സമ്പൂർണ്ണമായിട്ടും ബംഗാളിൽ നിന്ന് തൂത്തുവാരി ദൂരേക്കറിഞ്ഞത്. ഇന്നിപ്പോൾ 7 വർഷമായിട്ട് BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ബംഗാളിലുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിലുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും CPM-ന് ആളെ കിട്ടാത്ത അവസ്ഥയാണ്. അവിടുത്തെയൊക്കെ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകളും ജില്ലാ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ BJP ഓഫീസുകളായിട്ട് സഖാക്കന്മാർ സ്വയം പരിവർത്തനം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അവസാനത്തിലേക്കുള്ള പോക്കിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.